ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഊ ഊ എന്ന അക്ഷരം എങ്ങനെ രണ്ടുപേരിൽ എഴുതാമെന്ന് നോക്കാം. അതുകൂടാതെ ഊ ഊ വച്ചിട്ടുള്ള 3 പദങ്ങൾ എങ്ങനെയാണ് ഊത്തും ഊഞ്ഞാലും വരയ്ക്കുക എന്നുള്ളതും നോക്കാം. രണ്ടുപേരിൽ എഴുതുമ്പോൾ ഊ, ഇവിടെ ഇത് ഊവായി. അടുത്ത് ഊ ആണ് നമുക്ക് എഴുതേണ്ടത്. ഊ ഇങ്ങനെയാണ് ഊ എഴുതേണ്ടത്. ഊ വച്ചിട്ടുള്ള പദങ്ങൾ ഊഞ്ഞാൽ, ഊഞ്ഞാൽ, ഊത്ത്, ഊഞ്ഞാൽ, ഊത്ത്, ഊണ്. ഊഞ്ഞാൽ, ഊത്ത്, ഊണ്. ഇന്ന് നമുക്ക് എങ്ങനെ ഊഞ്ഞാൽ വരയ്ക്കാൻ നോക്കാം. ഇത് മരത്തിൻ്റെ ബ്രാഞ്ചാണ് കേട്ടോ, മരത്തിൻ്റെ ശാഖയാണ്. മരത്തിൻ്റെ ശാഖയിൽ എന്തുണ്ടാകും? ഇലകളുണ്ടാകാറുണ്ടല്ലേ. നമുക്ക് ഊഞ്ഞാൽ വരയ്ക്കാം. ഇത് ഊഞ്ഞാലിൻ്റെ കയറാണ് കേട്ടോ. കയർ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. കയർ ഇനി നമുക്ക് ഇതാണ് ഊഞ്ഞാൽ. കണ്ടോ, ഇതാണ് ഇങ്ങനെയാണ് ഊഞ്ഞാൽ വരയ്ക്കുന്നത്. ഊഞ്ഞാൽ. അപ്പോൾ ഊഞ്ഞാൽ വരച്ചത് കണ്ടല്ലോ. ഇനി നമുക്ക് ഊത്ത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇതാണ് ഊത്ത്. 2 ലൈനിൽ എഴുതാം. ഊത്ത്. അടുത്ത് ഊണ്. ഊണ് നമ്മൾ വാഴയിൽ എങ്ങനെ വരയ്ക്കുക? തൂശനില.
അങ്ങനെയാണ് വാഴയില വരയ്ക്കുക. റൈസ് ഇത് ഊണ്. അപ്പോൾ ഊ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്നും അത് ഉപയോഗിച്ചുള്ള ഉപയോഗിച്ചുള്ള 3 പദങ്ങൾ, എങ്ങനെയാണ് ഊഞ്ഞാൽ വരയ്ക്കുക, എങ്ങനെയാണ് ഊത്ത് വരയ്ക്കുക, എങ്ങനെയാണ് ഊണ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ ആദ്യം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ഊവിൻ്റെ ചിഹ്നം ഇവിടെ എഴുതാം. ഊ. എന്നിട്ട് ഊവിൻ്റെ ചിഹ്നം എങ്ങനെ എഴുതുക? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തെ വരയിൽ ടച്ച് ചെയ്ത് ഒരു സർക്കിൾ, അഗൈൻ വീണ്ടും ഒരു സർക്കിൾ കൂടെ ഊ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ. സൗണ്ട് അടഞ്ഞിരിക്കുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ.